ജയിൽ പുള്ളികൾക്ക് ശമ്പളം കിട്ടിയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇതിൽ അഭിപ്രായമൊന്നുമില്ലേ? ഞങ്ങളുടെ പ്രേക്ഷകരിൽ ചിലരൊക്കെ സന്ദേശം അയച്ചു, മറ്റു ചിലർ വിളിച്ചു ചോദിച്ചു. ഉണ്ട്, ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. സാധാരണ മനസ്സുകളോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന ഓരോ വിഷയത്തിലെയും അഭിപ്രായത്തിൽ നിന്ന് ഓടി ഒളിക്കാനാകില്ലല്ലോ. അതുകൊണ്ട് പറയാം. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജയിലിൽ കുറ്റവാളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന വിഷയത്തെപ്പറ്റി വിശദമായി സംസാരിക്കാൻ സെൻട്രൽ ഡെസ്കിൽ നിന്നും ഗോപികല നമ്മോടൊപ്പം ചേരുന്നു. ഗോപികല, പ്രേക്ഷകരുടെ ചോദ്യങ്ങളൊക്കെ കേട്ടല്ലോ, സംശയങ്ങൾ അറിഞ്ഞല്ലോ, എന്താണ് അഭിപ്രായം? കാവ്യ, ജയിൽ പുള്ളികൾക്ക് കൂലി കൂട്ടിയത് നിങ്ങളെപ്പോലെ ഞാനും അറിഞ്ഞു. അതിനെപ്പറ്റി അന്വേഷിച്ചു. സ്കിൽഡ് ലേബറിന് 620 രൂപയും മറ്റുള്ളവരെ 2 തിരിച്ച് 600, 580 എന്നീ കണക്കിലുമാണ് ഇനി മുതൽ കൂലി നൽകുക. 160 രൂപയിൽ നിന്ന് ഒറ്റയടിക്കാണ് ഇത്രയും തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2018 160 രൂപയാക്കിയത്. കുറഞ്ഞ 7 വർഷം കൊണ്ടാണ് ഈ വൻ വർധനവ് നടപ്പാക്കിയിരിക്കുന്നത്. 1994 ജയിൽ പുള്ളികൾക്ക് അവർ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി നൽകാൻ ആരംഭിച്ചത്. അന്ന് ഇത് വെറും 3 രൂപയായിരുന്നു. അന്ന് സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് മിനിമം വേജ് 200 രൂപയ്ക്ക് മുകളിലായിരുന്നു. തൊഴിലാളികൾക്ക് മിനിമം വേജ് 200 രൂപയ്ക്ക് മുകളിലുള്ള കാലത്ത് ജയിൽ പുള്ളികൾക്ക് അവൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലമായി 3 രൂപ നൽകി തുടങ്ങിയത്. അടിമജോലി ചെയ്യിക്കരുത് എന്നുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് 3 രൂപ കൂലി നൽകാൻ തീരുമാനിച്ചത്. ഓരോ 3 വർഷവും കൂടുമ്പോൾ കൂലി തുക പുനർപരിശോധിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത് മാനിച്ചാണ് ഈ വർധനവ് എന്നാണ് സർക്കാർ വിലാസം ന്യായം. ഈ ന്യായത്തിൻ്റെ മറക്കുടകളിൽ നിന്ന് 32 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത് 200 ഇരട്ടിയാണ്. എന്നാൽ അന്ന് 200 രൂപയ്ക്ക് മേൽ മിനിമം വേജ് ഉണ്ടായിരുന്ന ഇന്നാട്ടിലെ തൊഴിലാളികൾക്ക് 3 ഇരട്ടി പോലും കൂലി വർദ്ധിപ്പിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഇല്ലായ്മകൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന സാധാരണക്കാരൻ്റെയും തൊഴിലാളികളുടെയും ഇടനെഞ്ചിൽ ഇരിപ്പിടം ഉറപ്പിച്ച് അതിലിരുന്ന് അർമാദിക്കുന്ന ഭരണ വൈതാളികൾ കൂലി വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ കൂറ് ആരോട്? സ്വസ്ഥമായി ജീവിക്കുന്ന ജനതയോടോ, ജയിൽ പുള്ളികളോടോ? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജയിൽ പുള്ളികൾക്ക് കൂലി നൽകുന്നതിൽ ചില നിബന്ധനകൾ ഒക്കെയുണ്ട്. കൂലിയുടെ 32% അവർ മൂലം ഇരയായ വ്യക്തിക്കോ കുടുംബത്തിനോ നൽകണം. ബാക്കി തുകയുടെ 50% ജയിൽ പുള്ളികളുടെ കുടുംബത്തിന് നൽകണം. ശേഷിക്കുന്ന തുക ജയിൽ പുള്ളി ജയിൽ മുക്തി നേടുമ്പോൾ നൽകണമെന്നാണ് നിയമം. എന്നാൽ ഇരകൾക്ക് നൽകേണ്ട തുക അവരുടെ കയ്യിൽ എത്താറില്ല എന്നുള്ളതാണ് സത്യം. ആര് വിഴുങ്ങുന്നെന്നും അറിയില്ല. കൂലി എല്ലാ ജയിൽ പുള്ളിക്കും കിട്ടും എന്ന് കരുതരുത്. റിമാൻഡ് തടവുകാരും കരുതൽ തടവുകാരും ഇതിന് അർഹരല്ല. 14,000 മേൽ തടവുകാരാണ് കേരളത്തിലെ ജയിലുകളിൽ ഇപ്പോഴും ഉള്ളത്. ഇതിൽ 3,500 മേൽ ആളുകൾക്കാണ് ഈ കൂലി ലഭിക്കുക. കുളിച്ചില്ലെങ്കിലും കൗപീനം പുരപ്പുറത്ത് തൂക്കുന്ന നമ്പർ 1 കേരളത്തിൻ്റെ നാറിയ സംസ്കാരമാണ് കൂലി വർധനവ് എന്ന് മറ്റുള്ള സംസ്ഥാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ ഇത് 200 രൂപയ്ക്ക് മേലേ ഉള്ളൂ. ഡൽഹിയിൽ 400 രൂപയിൽ താഴെയുള്ളൂ. ജയിൽ പുള്ളികളുടെ കൂലി വർദ്ധിപ്പിക്കുന്നതിലല്ല ജനത്തിൻ്റെ പ്രതിഷേധം. 550 രൂപയിൽ താഴെ മിനിമം വേതനം വാങ്ങി കശുവണ്ടി, കൈത്തറി തുടങ്ങിയ നിരവധി മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോഴാണ് ക്രിമിനലുകളുടെ അണ്ണാക്കിലേക്ക് ഈ തുക തള്ളിക്കയറ്റുന്നത്. എന്തിന്? മഞ്ഞും മഴയും വെയിലും കൊണ്ട് തല മൊട്ടയടിച്ചും കരഞ്ഞും കാലുപിടിച്ചും 1 വർഷത്തോളം സമരം ചെയ്ത ആശാ വർക്കർമാർക്ക് ഇന്നും ജോലി ചെയ്യുന്നത് വെറും 260 രൂപയ്ക്കാണ്. വൃത്തികെട്ട പകർച്ചവ്യാധികൾ പിടിപെട്ട് വലയുന്നവരുടെ നോവും കണ്ണീരും ഏറ്റുവാങ്ങി ഓരോ ദിവസവും നമ്മുടെ വീടുകളിലെത്തുന്ന ആശാ വർക്കർമാർ ഓണറ്റേറിയം കൂട്ടിച്ചോദിച്ചപ്പോൾ പറഞ്ഞത് സംസ്ഥാന ഖജനാവിൻ്റെ ശോചനീയതയാണ്. ആ സ്ഥാനത്താണ് 2 വയസ്സുള്ള കുഞ്ഞിനെ വരെ പീഡിപ്പിച്ച് കൊന്നവന്മാർക്കും 52 വെട്ടുവെട്ടി മനുഷ്യജീവനെ വെറും ഇറച്ചി കഷ്ണങ്ങളാക്കി മാറ്റിയവർക്കും വൻ കൂലി വർധനവ് നൽകിയിരിക്കുന്നത്. ഓരോ ദിവസവും ആട്ടിറച്ചി, കോഴിയിറച്ചി, മീന്, തൈര്, മുട്ട, സമീകൃത ആഹാരം നൽകി ഇവരെ പോറ്റി വളർത്തുമ്പോൾ നാട്ടിൽ പ്രജകളിൽ പലരും പട്ടിണിയാണെന്നുള്ള കാര്യം സർക്കാർ മറന്നുപോയിരിക്കുന്നു. ഇതിന് പുറമെയാണ് ഇവർക്ക് കൂലി. ജയിൽ പുള്ളികൾക്ക് ആഹാരത്തിന് പണം കൊടുക്കണ്ട, താമസത്തിന് വാടക കൊടുക്കണ്ട, കറണ്ട് കാശും വെള്ളക്കാശും നൽകണ്ട, ചികിത്സയ്ക്ക് പണം വേണ്ട, ഭൂമിക്ക് ടാക്സോ വീടിന് ടാക്സോ മറ്റ് GSTകളോ ഒന്നും കൊടുക്കണ്ട എന്നും നാം ഓർക്കണം. ഒരു തൊഴിലാളിക്ക് തൊഴിലിടത്തേക്ക് പോകാൻ യാത്ര കൂലിയും വേണ്ടിവരും. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം 600 രൂപയെങ്കിലും ചെലവാകും. ആ കണക്ക് കൂടിച്ചേർത്ത് വായിച്ചാൽ നിസ്സാര കൂലിക്ക് ജോലി ചെയ്യുന്ന ലക്ഷങ്ങളുടെ നാട്ടിൽ ജയിൽ പുള്ളികളുടെ കൂലി 1200 രൂപയാകും. ജയിലിലേക്ക് അനുയായികൾ ഏറെ ചെല്ലാൻ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല കാവ്യ.
ആഭ്യന്തരമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ ഈ ഫയൽ ഒപ്പുവെച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.